നമസ്കാരം. ലോകം മുഴുവൻ വൻ ഭീതിയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ വലിയ യുദ്ധക്കളത്തിൽ നിന്നും ഒടുവിൽ വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലായിരുന്ന ഇറാനും അമേരിക്കയും ഒടുവിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതെ, ലോകത്തെ മുഴുവൻ സാമ്പത്തിക മേഖലയെയും മനുഷ്യജീവനെയും ഭീതിയുടെ മുനയിൽ നിർത്തിയ ആ കടുത്ത സംഘർഷം അവസാനിക്കാൻ പോവുകയാണ് എന്ന ശക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായ ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചേക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ലോകത്തോട് വ്യക്തമാക്കിയത് വാഷിംഗ്ടണുമായി ഒപ്പുവെക്കാനിരിക്കുന്ന ധാരണാപത്രം അഥവാ MOU അതിനു മുൻപ് ഒരിക്കലും ഇത്രയടുത്ത് എത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടത്താപ്പും നാടകീയമായ നിലപാടുകളുമാണ് ഈ ചർച്ചകളിൽ വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഈ കരാറിനെ കുറിച്ചുള്ള വാർത്തകൾ ആദ്യം വെറും വ്യാജ വാർത്ത അഥവാ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ നിലപാട് മാറ്റി ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനകൾ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ? ഇത്രയും നാൾ പരസ്പരം പോരടിച്ച ഇവർ എങ്ങനെയാണ് ഒരു മേശപ്പുറത്തിരുന്ന് ചർച്ചയിലേക്ക് എത്തിയത്? ഇതിൽ പാകിസ്ഥാന്റെ പങ്കെന്താണ്? ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള സമാധാന കളിക്ക് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്താണ്? സാധാരണക്കാരായ നമ്മളെ, നമ്മുടെ പോക്കറ്റിനെ ഇതെങ്ങനെ ബാധിക്കും? ഇതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം ഇതിന്റെ പ്രധാന ഘടകങ്ങളിലേക്ക് കടക്കാം. ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ മധ്യസ്ഥത വഹിക്കാൻ ഒരു മൂന്നാം രാജ്യം വേണമല്ലോ. പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിക്കാൻ എത്തിയിരുന്നുവെങ്കിലും നിലവിൽ ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അതീവ രഹസ്യമായ ഈ ചർച്ചകൾക്കെല്ലാം മധ്യസ്ഥത എത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് അന്തിമമായി ഇരുപക്ഷവും സമ്മതിച്ച ഒരു കരട് രൂപം അഥവാ ഒരു ഫൈനൽ ടെക്സ്റ്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നാണ്. ഇനി കരാർ ഒപ്പിടുന്നതിലേക്ക് നയിക്കുന്ന ചില അടുത്ത ഘട്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നും പറഞ്ഞു. ഈ കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമതായി, എല്ലാ മുന്നണികളിലും പെട്ടെന്നുള്ള ഒരു വെടിനിർത്തൽ നടപ്പിലാക്കുക. ഇതിൽ പ്രധാനമായും വരുന്നത് ലബനനാണ്. രണ്ടാമതായി, ലോകത്തെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉപരോധം മാറ്റുക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപരോധം നീങ്ങുന്നത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറയാൻ സഹായിക്കും. ഇത് ഇന്ത്യ ഉൾപ്പെടെ പെട്രോൾ ഡീസൽ വില കുറയാൻ കാരണമായേക്കാം. മൂന്നാമതായി, അമേരിക്ക പല കാരണങ്ങളാൽ മരവിപ്പിച്ചു വെച്ചിരുന്ന ഇറാന്റെ വൻ തുക തിരികെ നൽകുക എന്നതുമാണ്. ഇവിടെയാണ് സുഹൃത്തുക്കളെ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും ട്രംപിന്റെ രാഷ്ട്രീയ നാടകവും ഒളിഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൊഹസൻ റസായിയെ ഉദ്ധരിച്ച ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരുന്ന ഇറാന്റെ $24 ബില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ നമ്മൾ കണക്കാക്കിയാൽ ഏകദേശം 2 ലക്ഷം കോടിയിലധികം രൂപ ഇറാനിലേക്ക് തിരികെ വിട്ടു നൽകാൻ ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു എന്നാണ്. എന്നാൽ അമേരിക്കയോ ട്രംപോ ഇത് പരസ്യമായി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ട്രംപിന്റെ ആ പഴയ ബിസിനസ് തന്ത്രം അത് കൃത്യമായി തന്നെ തുറന്നു കാണണം. അദ്ദേഹം ഒരു വശത്തെ കരാർ വാർത്തകളെ ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കുന്നു, മറുവശത്ത് ഇറാൻ വിവരങ്ങൾ ചോർത്തുന്നുവെന്നും അവർക്ക് അന്തസ്സില്ലെന്നും കാര്യങ്ങൾ വേഗത്തിൽ ശരിയാക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും പരസ്യമായി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിക്കുമ്പോഴും അണിയറയിൽ ഇറാനുമായി കരാർ ഉണ്ടാക്കാൻ ട്രംപ്
അത്രയധികം തിടുക്കം കാട്ടുന്നുണ്ട് എന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ ഇറാനു വൻ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് US അധികൃതർ പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഈ ഇരട്ടത്താപ്പ് നയം അത് പുറത്തെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ വിദഗ്ധർ നൽകുന്ന മറുപടി ഇതാണ്: ട്രംപിന് ഈ ഇറാൻ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് റൂട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനുള്ള ഒരു വഴി വേണം. കാരണം നീണ്ടു പോകുന്ന ഒരു യുദ്ധം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. അത് മാത്രമല്ല, വൻ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന യുദ്ധങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യമില്ല. അത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് പുറമേക്ക് സിംഹത്തെ പോലെ ഗർജിക്കുകയും ഉള്ളിൽ സമാധാനത്തിനായി വൻ തുക വാഗ്ദാനം ചെയ്ത് കൈ നീട്ടുകയും ചെയ്യുന്ന ഒരു തരം കപട നയം ട്രംപ് ഇവിടെ പുറത്തെടുക്കുന്നത്. കേൾക്കുമ്പോൾ ഇതെല്ലാം വളരെ ശുഭകരമായി തോന്നാം. ലോകത്ത് സമാധാനം വരാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഈ കരാർ ഗ്രൗണ്ടിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ മുന്നിൽ വലിയൊരു കടമ്പയുണ്ട്. അതാണ് ലെബനൻ. US ഇറാൻ കരാറിന്റെ ഏറ്റവും വലിയ ലിറ്റ്മസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് ലെബനനിലെ വെടിനിർത്തൽ ആയിരിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി സമ്മതിക്കുന്നത് ഇറാന്റെ ഭരണ നേതൃത്വത്തിന്റെ ഉള്ളിൽ തന്നെ ഈ കരാറിനെ ചൊല്ലി ചില കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ്. അത് അവർ പരിഹരിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ പോലും യഥാർത്ഥ വില്ലൻ ഗ്രൗണ്ടിലാണ്. ഒരു വശത്ത് വാഷിംഗ്ടണിലും ടെഹ്റാനിലും ഈ കരാർ ചർച്ചകൾ അതിവേഗം നടക്കുമ്പോഴും മറുവശത്ത് ലെബനനിൽ ഇസ്രയേൽ ആക്രമണം ക്രൂരമായി ശക്തമാക്കിയിരിക്കുകയാണ്. ടയർ, നബാത്തിയ തുടങ്ങിയ ജില്ലകളിൽ ഇസ്രയേൽ വൻ ബോംബാക്രമണം തുടരുകയാണ്. നബാത്തിയയിലെയും അതേപോലെ തന്നെ ജസീനിയിലെയും 20-ലധികം ഗ്രാമങ്ങളിലെ ജനങ്ങളോട് അടിയന്തരമായി വീടൊഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടിരിക്കുകയാണ്. നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിൽ ലെബനനെ ഉൾപ്പെടുത്തുമെന്ന ഇറാൻ എത്രയൊക്കെ ഉറപ്പ് നൽകിയാലും അവിടെ യുദ്ധം കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. മുൻ US നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഹെൻറി എൻഷർ ഇതിനെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഇറാൻ വളരെ കാലമായി ലെബനനെ തങ്ങളുടെ വിദേശ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തെക്കൻ ലെബനിൽ നിന്നുള്ള ഇസ്രയേലിന്റെ സൈനിക പിന്മാറ്റം എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല. അതൊരു നീണ്ട പ്രക്രിയയാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും തെറ്റായ ദിശയിലേക്ക് പോകാൻ ഇപ്പോഴും ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ കരാർ ഒപ്പിട്ടാൽ പോലും അത് യുദ്ധത്തിന്റെ പൂർണ്ണമായ അവസാനമല്ല, മറിച്ച് ഒരു വലിയ പ്രക്രിയയുടെ ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം. ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഹോർമസ് കടലിടുക്കിന് മുകളിൽ വെച്ച് വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 1-ലധികം ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല എന്ന് US വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സമാധാന കരാറിന് തൊട്ടു മുൻപും ഇത്തരം വലിയ സൈനിക നീക്കങ്ങൾ നടക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വാർത്തയെ നമ്മൾ വിലയിരുത്തുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത്, വലിയൊരു ആഗോള യുദ്ധ ഭീതിയിൽ നിന്നും ലോകത്തിന് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണിത് എന്നതിൽ സംശയമില്ല. യുദ്ധം ഒഴിവാകുന്നത് ആഗോള വിപണിക്കും ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും വളരെ നല്ലതാണ്. കാരണം അസംസ്കൃത എണ്ണവില നിയന്ത്രണത്തിലാകാൻ ഇത് സഹായിക്കും. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും തൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കി ഇത്തരം രാജ്യാന്തര കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ മടിക്കാത്ത ആളാണ്. മുൻപ് ഇറാനുമായുള്ള ചരിത്രപരമായ ന്യൂക്ലിയർ ഡീല് ട്രംപ് ഒരൊറ്റ ദിവസം കൊണ്ട് റദ്ദാക്കിയത് നമ്മൾ കണ്ടതാണ്. സ്വന്തം രാജ്യത്ത് തനിക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയ സാമ്പത്തിക വിമർശനങ്ങളിൽ നിന്ന് തടിയൂരാൻ ട്രംപ് കണ്ടെത്തിയ ഒരു താൽക്കാലിക തന്ത്രം മാത്രമാണോ ഈ സമാധാന ചർച്ചകൾ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ കരാർ ലോകത്ത് യഥാർത്ഥ സമാധാനം കൊണ്ടുവരുമോ അതോ വെറും ഒരു കടലാസു തുണ്ടായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക്
കണ്ടറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.